ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ ദൈവജനത്തിനും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. എബ്രായ ലേഖനം 13-ാം അധ്യായം 20-21 വാക്യങ്ങളെ അധികരിച്ചുകൊണ്ട് ദൈവജനമായിരിക്കുന്ന നമുക്ക് ഒരു യഥാസ്ഥാനത്വം ആവശ്യമാണ് എന്ന നിലയിൽ ദൈവവചനം ധ്യാനിക്കുവാനും പഠിക്കുവാനും കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ ചില ആഴ്ചകളിൽ നമ്മൾ കണ്ടത് യഥാസ്ഥാനത്വത്തിലേക്കുള്ളതായ ചില ചവിട്ടുപടികൾ എന്ന നിലയിലാണ്. എന്ന് പറഞ്ഞാൽ ഈ എബ്രായ ലേഖനത്തിന്റെ പശ്ചാത്തലത്തെ നമ്മൾ നോക്കുമ്പോൾ ആത്മീകമായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിച്ചിട്ടും അന്ന് അവർ നേരിട്ടതായിരിക്കുന്ന വ്യത്യസ്തമായ പ്രയാസങ്ങളുടെ കാരണത്താൽ അല്പമെങ്കിലും പിന്മാറ്റത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള ആ വസ്തുത മനസ്സിലാക്കിയ ദൈവത്തിന്റെ ദാസനായിരുന്ന പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അതിന്റെ പരിഹാരത്തിനായി എന്ന് പറഞ്ഞാൽ അവർ തിരികെ വന്ന് ദൈവത്തിന് കൊള്ളാകുന്നവരായി ഭവിക്കേണ്ടതിന് അവർ എന്ത് ചെയ്യണം എന്നുള്ള ആലോചനകളുമാണ് ഈ ലേഖനത്തിൽ മുഴുവനുമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആ ഒരു വലിയ സത്യം അവരെ ഗ്രഹിപ്പിക്കേണ്ടതിനായി എത്രയോ ആത്മീകമായിരിക്കുന്ന സത്യങ്ങളാണ് ഈ ലേഖനത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ അത് കണ്ടതാണ്. പിന്മാറ്റത്തിലേക്ക് പോയിരിക്കുന്ന അല്ലെങ്കിൽ ക്ഷീണിച്ചു പോയിരിക്കുന്ന തളർന്നു പോയിരിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ച് അവർ മടങ്ങി വരുവാനുള്ള ഒരു സാധ്യത ദൈവം തന്റെ ജനത്തിന്റെ മുൻപാകെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ സാധ്യതയാണ് നമ്മൾ കണ്ടത്. ദൈവത്തിന്റെ വചനം കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക, യേശുവിനെ ധ്യാനിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒന്നാണ്. ആ നിലയിലുള്ള സാധ്യത നമ്മുടെ മുൻപിൽ ഉണ്ടെങ്കിൽ നാം കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടതുപോലെ നമുക്കൊരു യഥാസ്ഥാനത്വം അത് സാധ്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് യഥാസ്ഥാനത്വത്തിലേക്ക് വരാം. ഒരു മടിയും ആ കാര്യത്തിന് നമ്മൾ കാണിക്കേണ്ടതായിട്ടില്ല. ദൈവം സന്നദ്ധനാണ്. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ നിങ്ങൾ മടങ്ങി വരിക, ഞാൻ ക്ഷമിക്കാൻ ഒരുക്കമുള്ളവനാണ്. അതാണ് ദൈവത്തിന്റെ വചനം. നാം മടങ്ങി വന്നാൽ സ്വീകരിക്കുന്ന, ക്ഷമിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്കൊരു മടങ്ങി വരവ് സാധ്യമാണ് എന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു. സമാധാനത്തിന്റെ ദൈവം നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും മടക്കി വരുത്തി. ദൈവം തന്റെ പുത്രനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് വീണ്ടും കൊണ്ടുവന്നെങ്കിൽ തന്റെ പുത്രൻ മുഖാന്തരം വീണ്ടെടുത്തതായ തന്റെ മക്കൾക്കും ഒരു മടങ്ങി വരവ് സാധ്യമാണ്. അത് നമ്മുടെ ഹൃദയത്തെ ധൈര്യപ്പെടുത്തണം. നമ്മുടെ ജീവിതത്തിലൊക്കെ പരാജയങ്ങളും പോരായ്മകളും ഒക്കെ കടന്നു വരുമ്പോൾ ഇതോടുകൂടെ എല്ലാം തീർന്നു എന്ന് പറയുന്നവരായിട്ടല്ല, ദൈവസന്നിധിയിലേക്ക് മടങ്ങിച്ചെന്ന് യഥാസ്ഥാനത്വം അനുഭവിക്കുവാൻ നമുക്ക് കഴിയണം. നമുക്കൊരു യഥാസ്ഥാനത്വം സാധ്യമാണ് എന്നുള്ളതിന്റെ രണ്ടാമത്തെ ഒരു കാരണം ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. അവിടെ നാം കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു, സമാധാനത്തിന്റെ ദൈവം തന്റെ പുത്രനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും മടക്കി വരുത്തി. ആ പുത്രനെ കുറിച്ച് നാം അവിടെ വായിക്കുന്നത്, നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശു എന്നാണ്. നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ യേശുക്രിസ്തു. ആ വാക്യം
നാം ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ഒന്ന്, നമ്മൾ കണ്ടു അവനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു. രണ്ടാമത് നാം ചിന്തിക്കുന്നത്, ആ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നവനായ കർത്താവിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവൻ ആരാണ്? അവൻ ആടുകളുടെ വലിയ ഇടയനാണ്. എങ്ങനെയാണ് അവൻ ആടുകളുടെ വലിയ ഇടയനായത്? നിത്യനിയമത്തിന്റെ രക്തത്താൽ. എന്ന് പറഞ്ഞാൽ തന്റെ മരണത്താൽ, താൻ ചൊരിഞ്ഞതായിരിക്കുന്ന രക്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ ആടുകളുടെ വലിയ ഇടയനായത്. അപ്പോൾ എബ്രായ ലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ നമ്മുടെ കോണ്ടക്സ്റ്റിൽ നാം ചിന്തിച്ചാൽ ഒരു യഥാസ്ഥാനത്തും സാധ്യമാണ് എന്ന് പറയുമ്പോൾ ഇതാ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ക്രിസ്തു മാത്രമല്ല, ഒരു നിത്യനിയമത്തിന്റെ ഉടമസ്ഥനായ ക്രിസ്തു നമ്മുടെ മുൻപിൽ ഇന്ന് ഉണ്ട്. നിത്യനിയമത്തിന്റെ ഇടയനായ കർത്താവ് നമുക്കുണ്ട്. അതാണ് ഇന്ന് ഞാൻ അടിവരയിട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവ് നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയൻ ആയവനാണ്. അവന്റെ ആ നിയമം അത് നിത്യനിയമമാണ്, അത് മാറുന്ന നിയമമല്ല. ഏത് കാലത്തും ഉള്ളതായിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് ഈ നിത്യ നിയമത്തിന്റെ രക്തത്താൽ നമുക്ക് എന്തുണ്ട്? അവങ്കലേക്കുള്ളതായ പ്രവേശനമുണ്ട്. അതൊക്കെ നമുക്ക് താഴെ അല്പം വിശദമായിട്ട് നമുക്ക് ചിന്തിക്കാം. നാം അറിയുന്നത് പോലെ നമ്മുടെ കർത്താവ് സർവലോകത്തിന്റെയും പാപത്തെയാണ് അവൻ ചുമന്നൊഴിച്ചത്, അല്ലെ? സർവലോകത്തിന്റെയും പാപപരിഹാരത്തിന് വേണ്ടിയാണ് അവൻ ക്രൂശിൽ മരിച്ചത്. എന്നാൽ ഇവിടുത്തെ ഈ സാഹചര്യത്തിൽ നമ്മൾ നോക്കേണ്ടത്, പിന്മാറിപ്പോയിരിക്കുന്ന അല്ലെങ്കിൽ ആത്മീക ജീവിതത്തിൽ ക്ഷീണം സംഭവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ യഥാസ്ഥാനത്വത്തിനും ഈ സത്യം നമ്മെ പ്രചോദിപ്പിക്കുന്നതായ ഒന്ന് തന്നെയാണ് എന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടത് വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. നാം തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് പഴയ നിയമത്തിന്റെ ആരംഭ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി മുതൽ വ്യത്യസ്തമായിരിക്കുന്ന നിയമങ്ങൾ നമ്മുടെ ദൈവം നൽകിയിട്ടുള്ളതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ജലപ്രളയത്തിന് ശേഷം ദൈവം ഒരു നിയമം അവിടെ, അല്ലെങ്കിൽ ഒരു പുതിയ ഉടമ്പടി അവിടെ നൽകുന്നുണ്ട്. ആ ഉടമ്പടി എന്താണ് എന്ന് ചോദിച്ചാൽ, ഇനി മുഴുവൻ ലോകത്തെയും ഞാൻ വെള്ളം കൊണ്ട് നശിപ്പിക്കില്ല. അതാണ് ആ ഉടമ്പടിയായിട്ട് ദൈവം നൽകിയത്. 17-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യവും ഉൽപ്പത്തി 17-ന്റെ 7, 13 വാക്യങ്ങളിൽ അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ ദൈവം ഒരു നിയമം നൽകി. പുരുഷ പ്രജകൾ എല്ലാം തന്നെ പരിച്ഛേദന ഏൽക്കണം, അത് നിങ്ങൾക്ക് തലമുറ തലമുറയായി ഒരു നിത്യ നിയമം ആയിരിക്കണം എന്ന് ആ കൽപ്പനയും ആ നിയമവും അവിടെ കൊടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പിന്നീട് പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വന്നാൽ, മോശ മുഖാന്തരം സമാഗമന കൂടാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും അവിടെ നടത്തേണ്ടതായിരിക്കുന്ന വ്യത്യസ്ത യാഗങ്ങളെ കുറിച്ചും അവിടെ ശുശ്രൂഷിക്കേണ്ടതായിരിക്കുന്ന പുരോഹിതന്മാരെ കുറിച്ചും എല്ലാം തന്നെ വ്യക്തമായിരിക്കുന്ന നിയമങ്ങൾ മോശ മുഖാന്തരം ദൈവം അവർക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അവിടെ നമുക്കറിയാവുന്നത് പോലെ ആ നിയമങ്ങൾ നൽകുമ്പോൾ, പ്രത്യേകിച്ച് ലേവ്യ പുസ്തകമൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത്, പാപപരിഹാരത്തോടുള്ളതായ ബന്ധത്തിൽ നാം കാണുന്നതായിരിക്കുന്ന യാഗങ്ങൾ മുഴുവനും, അല്ലെങ്കിൽ അതിന് നൽകിയ നിയമങ്ങൾ മുഴുവനും രക്തം ചൊരിഞ്ഞുള്ളതായ നിയമങ്ങളായിരുന്നു. രക്തം ചൊരിഞ്ഞുള്ള നിയമങ്ങൾ. ഞാന് ഈ നിത്യ നിയമത്തിന്റെ രക്തത്താൽ എന്നുള്ളതിന് ഒരു ബേസിട്ട് വരാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം നിങ്ങളെ അത് ഒന്ന് ഓടിച്ച് കടന്നു പോകുന്നത്. അപ്പോൾ അന്നുണ്ടായിരുന്ന പാപയാഗം, പാപപരിഹാരത്തിന് വേണ്ടിയുള്ള യാഗങ്ങൾക്ക് വേണ്ടി നിയമിക്കപ്പെട്ടതായിരിക്കുന്ന ആ മൃഗങ്ങൾ, അതെ, ചിലത് കോലാട്ടുകൊറ്റനുണ്ട്, ആട്ടുകൊറ്റനുണ്ട്, അതുപോലെ കാളക്കിടാവുണ്ട്, പശുക്കിടാവുണ്ട്, നമുക്കറിയാം. അവയെല്ലാം തന്നെ അറുത്ത് അതിന്റെ രക്തം
തളിച്ചാണ് അന്ന് ചെന്നിരുന്നതായ ആളുകൾക്ക് താൽക്കാലികമെന്ന് പറയാവുന്ന തരത്തിലുള്ളതായ ഒരു മോചനം അന്ന് ലഭിച്ചുകൊണ്ടിരുന്നത്. അത് നാം പിന്നത്തേതിൽ താഴേക്ക് വരുമ്പോൾ ഞാനത് ഒന്നുകൂടെ വിശദീകരിച്ചു കൊള്ളാം. അപ്പോൾ ആ നിലയിൽ അന്നും ധാരാളമായ നിയമങ്ങൾ പുറപ്പാട് പുസ്തകം മുതൽ പുറപ്പാട് ലേവ്യ തുടങ്ങിയ പുസ്തകങ്ങളിൽ ആ തരത്തിലുള്ള അനേക നിയമങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ നിയമങ്ങളെ എല്ലാം തന്നെ ബേസ് ചെയ്തിരിക്കുന്ന ഒരു നിയമമുണ്ട്. എബ്രായ ലേഖനം 9-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ആ നിയമത്തെ കുറിച്ച് വായിക്കുന്നത്, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മോചനം ഇല്ല എന്നുള്ളതാണ്. അവിടെ വായിക്കുന്നത്, ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല. അപ്പോൾ പഴയ നിയമ യാഗങ്ങളുടെ നിയമങ്ങളിലെല്ലാം തന്നെ അടിസ്ഥാനപ്പെട്ട് കിടക്കുന്നത് അത് ഒരു രക്തച്ചൊരിച്ചിലിനാൽ മാത്രമാണ് സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് വെച്ച് നാം നോക്കുന്ന സമയത്ത് ആ നിയമത്തെ കുറിച്ച് നമ്മളൊന്ന് അറിയണം. അതായത് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന് പറയുന്ന പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നതായിരിക്കുന്ന ആ നിയമത്തെ നമ്മൾ ഒന്ന് വിലയിരുത്തുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ആ നിയമത്തെ കുറിച്ച് പറയുന്നത് എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ആദ്യ നിയമം എന്നാണ്. ആദ്യ നിയമം. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവം കൊടുത്തതായിരിക്കുന്ന ആ നിയമം അത് താൽക്കാലികവും, പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് സ്ഥാപിച്ചതായ നിയമം നിത്യ നിയമവുമാണ് എന്നുള്ളതിന് നമ്മൾ അത് ശരിക്കും ഗ്രഹിക്കേണ്ടതിനാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇന്ന് പറയുന്നത്. ഞാനത് ആദ്യം തന്നെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ എബ്രായർ 9:15 പറയുന്നത് ആദ്യ നിയമം. ഏതാണ് ആദ്യ നിയമം? പഴയ നിയമത്തിൽ പാപപരിഹാരത്തിന് വേണ്ടിയുള്ളതായിരിക്കുന്ന യാഗങ്ങൾക്ക് വേണ്ടി ദൈവം നൽകിയ ആ നിയമം. ആ നിയമവും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നടന്നത്? രക്തം ചൊരിഞ്ഞു തന്നെയാണ് ആ യാഗം നടന്നത് എങ്കിൽ അത് ആദ്യ നിയമം എന്നാണ്. 8-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ, 8-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ നിയമത്തെ കുറിച്ച് വായിക്കുന്നത് ആദ്യത്തേത് എന്നാണ്. അവിടെയും ആ പദമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇനി 8-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നു എങ്കിൽ. അപ്പോൾ ആ നിയമം ഏതാണ്? ഒന്നാമത്തെ നിയമമാണ്. അപ്പോൾ ആ നിയമത്തെ കുറിച്ച് ആദ്യ നിയമം എന്ന് നമ്മൾ കണ്ടു, വീണ്ടും ഒന്നാമത്തെ നിയമം. അപ്പോൾ ആദ്യ നിയമത്തിനും ഒന്നാമത്തെ നിയമത്തിനും ഉള്ളതായ പ്രത്യേകതകളുണ്ട്. അതാണ് അടുത്ത വാക്യങ്ങളിൽ നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവം പാപപരിഹാരത്തിന് വേണ്ടി വെച്ചതായിരിക്കുന്ന നിയമങ്ങൾ അത് ആദ്യ നിയമമായിരുന്നു, അത് ഒന്നാമത്തെ നിയമമായിരുന്നു. അതിന്റെ പ്രത്യേകതകൾ എന്താണ്? 7-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണെന്നറിയാമോ? മുമ്പിലത്തെ കൽപ്പനയ്ക്ക് അതിന്റെ ബലഹീനതയും നിഷ്പ്രയോജനവും നിമിത്തം നീക്കവും എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ എന്താണ് ആ നിയമത്തിന്റെ പ്രത്യേകത? അത് ബലഹീനമായിരുന്ന ഒരു നിയമമായിരുന്നു, നിഷ്പ്രയോജനമായിരുന്ന ഒരു നിയമമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് നീക്കം വരുന്നതുമായ നിയമം ആയിരുന്നു. അപ്പോൾ പഴയ നിയമത്തിലെ യാഗങ്ങൾക്കെല്ലാം അത് എന്താണെന്ന് നമ്മൾ കണ്ടത്? അത് ബലഹീനമാണ്, അത് നിഷ്പ്രയോജനമാണ്. അതുകൊണ്ട് തന്നെ അതിനെന്തും സംഭവിച്ചിരിക്കുന്നു? നീക്കവും സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്നതായ ആ നിയമങ്ങൾ ആദ്യത്തേതാണ്, ഒന്നാമത്തേതാണ് എന്ന് വരികിലും അത് ബലഹീനവും നിഷ്പ്രയോജനവും നീക്കം വരുന്നതുമാണ്. ഇന്നും അതിന്റെ വാല് പിടിച്ച് അനേകർ കൊണ്ടു നടക്കുന്നുണ്ട്. തിരുവെഴുത്ത് പറയുന്നത് അതെല്ലാം നിഷ്പ്രയോജനം എന്ന് തന്നെയാണ്. ഇനി 8-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വരുമ്പോൾ
ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നു എങ്കിൽ എന്ന് പറയുമ്പോൾ യഥാർത്ഥം ഒന്നാമത്തെ നിയമം അത് കുറവുള്ളത് ആയിരുന്നു എന്നതാണ്. 8-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം അവിടെ നമ്മൾ വായിക്കുന്നത്, പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു. ആദ്യത്തേതാണ്, ഒന്നാമത്തേതാണ്, പക്ഷെ ദൈവം അതിനെന്ത് ചെയ്തു? അതിനെ പഴയതാക്കി എന്നാണ് നമ്മൾ വായിക്കുന്നത്. മാത്രമല്ല അതിന് താഴെ വായിക്കുന്നു, പഴയതാകുന്നതും ജീർണിക്കുന്നതും നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നതുമാണ് ആ നിയമങ്ങൾ. മനസ്സിലായോ? അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഈ എബ്രായ ഭാഷ സംസാരിക്കുന്ന സഭയോട് പറയുകയാണ്, പഴയ നിയമം അത് ഒന്നാമത്തേതാണ്, ആദ്യത്തേതാണൊക്കെ ശരിയാണ്, പക്ഷെ അതെന്താണ്? അത് ജീർണിക്കുന്നതാണ്, അത് നീങ്ങിപ്പോകുന്നതാണ്, അത് പഴയത് ആകുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ കരുതിക്കൊള്ളുവാൻ ആവശ്യമാണ്. 9-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അത് കേവലം ജഡീക നിയമങ്ങൾ ആയിരുന്നു എന്നാണ്. അത് ജഡീക നിയമങ്ങൾ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവം നിയമിച്ചു കൊടുത്തതാണ്, പക്ഷേ എങ്കിൽ അത് ജഡത്തെ മാത്രം ബാധിക്കുന്നത്. അതിന്റെ തെളിവാണ് അതിന്റെ താഴെയുള്ള വാക്യം, 13-ാമത്തെ വാക്യം, ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും എന്തു വരുത്തിയിരുന്നു? ജഡീക ശുദ്ധി. അതാണത് ജഡീക നിയമങ്ങൾ എന്ന് പറയാൻ കാരണം. മനസ്സിലായോ? പഴയ നിയമത്തിന്റെ ആചാരങ്ങളാൽ അത് തളിക്കപ്പെടുമ്പോൾ അതേക്കുറിച്ച് അതിന്റെ താഴെ നാം കണ്ടല്ലോ, 9:22 വായിക്കുന്നല്ലോ, ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. മാത്രമല്ല അതിന്റെ 19-ാമത്തെ വാക്യം, മോശ ന്യായപ്രമാണ പ്രകാരം കൽപ്പനയൊക്കെയും സകല ജനത്തോടും പ്രസ്താവിച്ച ശേഷം പശുക്കിടാക്കളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തെ വെള്ളവും ചുവന്ന ആട്ടുരോമവും ഈസോപ്പുമായി എടുത്ത പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തളിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് എന്തേ ഗുണം വരുന്നുള്ളൂ? ജഡീകമായിരിക്കുന്ന ശുദ്ധി. അത് ജഡീക നിയമങ്ങളാണ് എന്ന് പറയാൻ കാരണം അത് കേവലം ജഡത്തിന് ഒരു ശുദ്ധി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അതിന്റെ 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, 10-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ, സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും ഈ നിയമത്തിന് കഴിയുന്നതല്ല. ഒരു നാളും ഈ പഴയ നിയമപ്രകാരം ഒന്നാമത്തേതാണ്, ആദ്യത്തേതാണ്, പക്ഷേ അത് ജീർണിക്കുന്നതാണ്, അത് നശിച്ചു പോകുന്നതാണ്, അത് നിന്നു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ അവയ്ക്കെന്തിന് സാധ്യമല്ല? സൽഗുണപൂർത്തി വരുത്തുവാൻ. യാഗങ്ങൾ കഴിച്ച് അടുത്തു വരുന്നവരായ ആളുകൾക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മ ഉണ്ടാകും. ഒരു ഓർമ്മ മാത്രം എന്ന് പറഞ്ഞാൽ തങ്ങൾ പാപികളാണ്, ഒരു യാഗം കഴിക്കണം എന്നതിന് അപ്പുറത്ത് മറ്റൊന്നും തന്നെ ആ നിയമങ്ങൾ കൊണ്ട് സാധിക്കുന്നില്ല, പ്രയോജനമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ എബ്രായ ഭാഷ സംസാരിക്കുന്ന സഭയോട് അത് പറയുന്നു എന്ന് പറയുമ്പോൾ അവരില് മിക്കവാറും ആ പാരമ്പര്യം എന്ന് പറയുന്നത് എന്താണ്? ഈ യഹൂദ പാരമ്പര്യമാണ്. അപ്പോൾ ആ പാരമ്പര്യത്തിൽ നിന്ന് അവരിങ്ങോട്ട് വിട്ടുമാറി ഈ തരത്തിലുള്ളതായിരിക്കുന്ന യാഗങ്ങളില്ല, വഴിപാടുകളില്ല, ആടില്ല, മാടില്ല, കാളയില്ല, ഒന്നും തന്നെ ഇല്ല. അവിടെ യാഗപീഠമില്ല, അവിടെ എന്താ പറയുന്ന തിരശീലയില്ല, പുരോഹിതന്മാരില്ല, ഒന്നുമില്ല. അപ്പോൾ അവർക്കെല്ലാം തികച്ചും വ്യത്യസ്തത തോന്നി. എന്നാൽ അവരോടാണ് വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത് എന്തല്ല, അത് നിത്യമായിരിക്കുന്ന ഒന്നല്ല, അത് കേവലം താൽക്കാലികമാണ്. അതുണ്ടാക്കുന്നത് അത് കേവലം ജഡീക നിയമങ്ങളാണ്. അത് ജഡീക ശുദ്ധി മാത്രമേ വരുത്തുകയുള്ളൂ എന്ന കാര്യമാണ് സംഭവിക്കുന്നത് എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കൊരു യഥാസ്ഥാനത്വം സാധ്യമാണ് എന്ന് പറയുമ്പോൾ നാം ആശ്രയിക്കേണ്ടത് കേവലം പാരമ്പര്യങ്ങളെ അല്ല.
പാരമ്പര്യങ്ങളെ അല്ല നാം ആശ്രയിക്കേണ്ടത്. നാം ആശ്രയിക്കേണ്ടത് തിരുവെഴുത്ത് എന്ത് പറയുന്നുവോ അതാണ് നമ്മൾ പിന്തുടരേണ്ടത്. അതിനാണ് നിത്യ നിയമം സ്ഥാപിച്ച യേശുവിലേക്ക് നോക്കണം എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. നാം ഈ എബ്രായ ലേഖനം തന്നെ 9-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വാക്ക് നമ്മൾ വായിക്കുന്നത്, ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണം ഉണ്ടാകണം. 9:15 നാം വായിച്ചത്, ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണം ഉണ്ടാകണം. അപ്പോൾ പഴയ നിയമത്തിൽ മരണങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. എന്തിന്റെ മരണമാണ് അവിടെ നടക്കുന്നത്? മൃഗങ്ങളുടേതാണ്. എന്നാൽ ആ നിയമം എന്തിനെ ഉപകരിച്ചിട്ടുള്ളൂ? ലംഘനങ്ങൾ. നാം എബ്രായ ലേഖനം തന്നെ പഠിക്കുമ്പോൾ നമുക്കറിയാം, അത് പ്രമാണിക്കുന്നവൻ അതിനാൽ ജീവിക്കും. ആ 10 കൽപ്പനകളും യഥാർത്ഥമായി പ്രമാണിക്കുവാൻ ഒരുവന് കഴിഞ്ഞാൽ അവൻ ജീവിക്കും. എന്നാൽ തിരുവെഴുത്ത് എന്താ പറയുന്നത്? അത് മുഴുവനും ആർക്കും പ്രമാണിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ മുഴുവൻ ആളുകളും അത് നിമിത്തം ലംഘനത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ആ ജീവിതത്തിൽ നിന്ന് ആളുകൾ വീണ്ടെടുക്കപ്പെടണം. ആ ലംഘനങ്ങളിൽ നിന്ന് ആളുകൾക്കൊരു തിരിച്ചുവരവ് ആവശ്യമാണ്. അവിടെയാണ് ഒരു മരണമുണ്ടാകണം. മരണത്താൽ മാത്രമേ ഒരു വീണ്ടെടുപ്പ് സാധ്യമാകുകയുള്ളൂ എന്നതിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമ്മുടെ എബ്രായ ലേഖനം 9:22 ആദ്യം വായിച്ചല്ലോ, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അപ്പോൾ എന്ത് സംഭവിക്കണം? പഴയ നിയമം അത് മാറണം, പുതിയ ഒരു നിയമം ഉണ്ടാകണം. നമുക്ക് യിരെമ്യാവിന്റെ പ്രവചനം 31-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. യിരെമ്യാ പ്രവചനം 31-ാം അധ്യായത്തിന്റെ 31 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. 33-ാം വാക്യം. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും, ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പൊ നിത്യ നിയമത്തിന്റെ പ്രത്യേകതയിലേക്കാണ് നാം ഇനി വരുന്നത്. ഇവിടെ പ്രവാചകൻ മുഖാന്തരം പറഞ്ഞു, പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും. ഇതേ കാര്യം തന്നെ ഈ എബ്രായ ലേഖനം 8-ാം അധ്യായത്തിന്റെ 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലും 10-ാം അധ്യായത്തിന്റെ 15 മുതൽ 18 വരെയുള്ളതായ വാക്യങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ പഴയ നിയമത്തിൽ യിരെമ്യാവ് തന്നെ പ്രവചിച്ചു, എന്ത്? പുതിയൊരു നിയമം വരും. അതിന് കാരണമുണ്ട്. ഈ പഴയ നിയമത്തെ മുഴുവനും നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? ലംഘിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരു പുതിയ നിയമം നിങ്ങൾക്ക് തരുന്ന കാലം വരും എന്ന് അന്ന് പ്രവചിച്ചത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ നിയമത്തിന് ചില പേരുകൾ ഉള്ളത് ഞാൻ ഓർപ്പിക്കാം. ഈ എബ്രായ ലേഖനം 7-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ ആ നിയമത്തിന് പറയുന്നത്, ആണ കൂടാതെയല്ല എന്നതിന് ഒത്തവണ്ണം വിശേഷമേറിയ നിയമത്തിന് യേശു ഉത്തരവാദിയായി തീർന്നിരിക്കുന്നു. അപ്പോൾ അവിടെ വായിക്കുന്നത് വിശേഷതയേറിയ നിയമം. പുതിയ നിയമത്തിന് പറഞ്ഞിരിക്കുന്ന വാക്ക് ഇവിടെ വായിക്കുന്നത് വിശേഷതയേറിയ നിയമം എന്നാണ്. ഇനി 13-ാം അധ്യായത്തിൽ 20-ാം വാക്യം നമ്മൾ വായിച്ച കുറിവാക്യം, അവിടെ എന്താണ്? നിത്യ നിയമം, ഇറ്റേണൽ കവനന്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് ഒരിക്കലും അവസാനമില്ലാത്തതാണ്, മാറ്റമില്ലാത്തതാണ്. 10-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അതേക്കുറിച്ച് വായിക്കുന്നത് രണ്ടാമത്തെ നിയമം എന്നാണ്. അവിടെ വായിക്കുന്നത് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിക്കാൻ, രണ്ടാമത്തെ നിയമം സ്ഥാപിക്കാൻ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ നിയമം കുറവുള്ളതായിരുന്നു എന്ന് നമ്മൾ കണ്ടു. രണ്ടാമത്തെ നിയമം ആരാണ് സ്ഥാപിക്കാനായിട്ട് വന്നത്? അത് യേശുക്രിസ്തുവാണ്.
അത് കുറവുള്ളതായ ഒരു നിയമം അല്ല. പിന്നെ 10-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, 10-ന്റെ-14 വായിക്കുന്നത്, വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്നാണ്. നേരത്തെ നമ്മൾ കണ്ടു, പഴയ നിയമത്തിൽ 10-ാം അധ്യായത്തിന്റെ 1 നാം കണ്ടു, സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. എന്നാൽ ഈ നിയമത്തിന്റെ പേര് പറയുന്നത് സദാകാലത്തേക്കും ഉള്ളതായ നിയമം എന്നാണ്. ഇനി ഈ നിയമത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ യെരമ്യാ പ്രവചനത്തിൽ നമ്മൾ വായിച്ച ആ വാക്യങ്ങളിലും എബ്രായ ലേഖനത്തിൽ വായിക്കുന്നതായ 2 ഭാഗങ്ങളിലും നമ്മൾ കണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ത് എന്ന് ചോദിച്ചാൽ, അതിന്റെ യെരമ്യാ പ്രവചനം 31-ന്റെ 33-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഹൃദയങ്ങളിൽ അത് എഴുതും എന്നാണ്. ഈ നിയമം എവിടെ എഴുതുന്നത്? പഴയ നിയമത്തിലെ നിയമങ്ങൾ എവിടെ എഴുതിയത്? കൽപ്പലകകളിലാണ്, അല്ലെ? അത് കൽപ്പലകകളിലാണ്. കൽപ്പലകകളിൽ എഴുതിയതായിരിക്കുന്ന നിയമത്തിന് എന്തില്ലെന്നാണ് നമ്മൾ കണ്ടത്? അതിന് നീക്കം വന്നു, അതിന് പ്രയോജനമില്ലാത്തതായി മാറി, അത് പഴയതായിട്ട് മാറി. എന്നാൽ പുതിയ നിയമം വന്നപ്പോൾ ആ പുതിയ നിയമം എവിടെ എഴുതുമെന്നാണ് പറഞ്ഞത്? ഹൃദയത്തിൽ എഴുതും. നാം കണ്ടു, പഴയ നിയമത്തിലെ യാഗങ്ങൾ ജഡീകമായ ശുദ്ധിയാണ് വരുത്തുന്നത് എങ്കിൽ പുതിയ നിയമത്താൽ എന്താ സംഭവിക്കുന്നത്? ഹൃദയത്തിന്റെ അകമേയുള്ള മനുഷ്യന്റെ ശുദ്ധീകരണമാണ്, അകമേയുള്ള മനുഷ്യന്റെ പരിച്ഛേദനയാണ് നടക്കുന്നത്. അപ്പോൾ പുതിയ നിയമം നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്, അത് പുറമേ ഉള്ളതല്ല, അകം ശുദ്ധീകരിക്കുന്നതാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ പ്രത്യേകത നാം കണ്ടു, അത് ഹൃദയങ്ങളിൽ എഴുതുന്നതാണ്. യിരെമ്യാ 31-ന്റെ 34-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഇനി അവരുടെ പാപം ഞാൻ ഓർക്കില്ല. അത് എബ്രായ ലേഖനത്തിൽ 2 ഭാഗത്തും നമുക്കത് കാണുവാനായിട്ട് കഴിയുന്ന വാക്യമാണ്. ഇനി അവരുടെ പാപങ്ങളെ ഇനി ഞാൻ ഓർക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കഴിഞ്ഞ ഈ പഴയ നിയമത്തിന്റെ യാഗങ്ങൾ കൊണ്ടും ആ രക്തം തളിക്കലുകൾ കൊണ്ടും എല്ലാം എന്താ സംഭവിക്കുന്നത്? ഓർമ്മ ഉണ്ടാകുകയാണ്, അല്ലെ? പാപങ്ങളെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാകുകയാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ പുതിയ നിയമം ചെയ്യുന്നത്, നാം ചെയ്തു പോയ പാപങ്ങൾ അത് ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുമ്പോൾ ഇനി ഞാനത് ഓർക്കില്ലെന്ന് പറഞ്ഞ് ദൈവം തമ്പുരാൻ നമ്മിൽ നിന്നത് അകറ്റിക്കളയുകയാണ്. അതാണ് എത്രയോ വ്യത്യസ്തമാണ്, അല്ലെ? പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ എത്രയോ വ്യത്യസ്തമാണ്. അതിന്റെ കാരണക്കാരനാണ് ആര്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിന്റെ ഈ എബ്രായ ലേഖനം 9-ന്റെ-14 എബ്രായ ലേഖനം 9-ന്റെ-14 നമ്മൾ വായിക്കുന്നു, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. പഴയ നിയമത്തിലെ ആ യാഗങ്ങൾ, അതും 1-ാമത്തെ നിയമം, പക്ഷെ അത് ജീർണിച്ചു പോകുന്നതാണ്, അതുകൊണ്ട് ഒരു ശുദ്ധീകരണവും വരുന്നില്ല. എന്നാൽ ഇവിടെ ഇതാ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തന്നെത്താൻ അർപ്പിക്കുമ്പോൾ അവൻ ചൊരിഞ്ഞതായിരിക്കുന്ന രക്തത്താൽ സ്ഥാപിച്ചതായ ആ പുതിയ നിയമം എന്താ ചെയ്യുന്നത്? നാം അവിടെ വായിക്കുന്നത് പോലെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അത് വളരെ ആഴത്തിലുള്ള ഒരു ശുദ്ധീകരണമാണ്. അത് പുറമെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ശുദ്ധീകരണമല്ല. അതിന്റെ ആഴം, അതിന്റെ നീളം, അതിന്റെ വീതി, അതിന്റെ ഉയരം എത്രയോ വിശാലമാണ്. കാരണം അത് യേശു ക്രിസ്തു സ്ഥാപിച്ചതായിരിക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. 10-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം, 10-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? അവിടെ വായിക്കുന്നത് തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തം എന്നാണ്. തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തമാണ്. ആര് ചൊരിഞ്ഞ രക്തം? നമ്മുടെ കർത്താവ് ചൊരിഞ്ഞ രക്തം. അത് നമ്മെ വിശുദ്ധീകരിക്കുന്നതാണ്. 1 യോഹന്നാൻ 1-7 എന്താ വായിക്കുന്നത്? അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു താൻ ചൊരിഞ്ഞതായിരിക്കുന്ന രക്തത്താലാണ് ആടുകളുടെ വലിയ ഇടയനായത്. അതാണ് ഒരു പുതിയ നിയമം എന്ന് നമ്മൾ പറയുമ്പോൾ
ഈ നിലയിലാണ് ദൈവത്തിന്റെ വചനം അത് നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുവാൻ ആവശ്യമുണ്ട്. ഇനിയും നമ്മൾ 7-ാം അധ്യായത്തിന്റെ 22 നമ്മൾ നേരത്തെ വീണ്ടും കണ്ടല്ലോ. 7-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഒന്ന് നാം ശ്രദ്ധിച്ചു. വിശേഷമേറിയ നിയമത്തിന് യേശു എന്തായി തീർന്നു? ഉത്തരവാദിയായി. അപ്പോൾ ഈ പുതിയ നിയമത്തിന്റെ ഉത്തരവാദി ആരാണ്? കർത്താവാണ്. അതവൻ ഏറ്റെടുത്തു, അല്ലെ? ഒരു പുതിയ നിയമം നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കാലമുണ്ട് എന്ന് യിരെമ്യാവ് പ്രവചിച്ച പ്രവചനം എന്ത് ചെയ്യണം? അത് നിവൃത്തിയാകണം. അത് നിവൃത്തിയാകണമെങ്കിൽ ആ ഉത്തരവാദിത്വം ആരേറ്റെടുക്കണം? പാപമില്ലാത്ത ഒരുവൻ ഏറ്റെടുക്കണം. പഴയ നിയമ യാഗങ്ങളെല്ലാം തന്നെ നടന്നിരുന്നത് ഊനമില്ലാത്ത മൃഗങ്ങളെ കൊണ്ടാണെങ്കിൽ അത് നിഷ്പ്രയോജനമായി തീർന്നെങ്കിൽ നിത്യമായ പാപപരിഹാരം വരുത്തുവാൻ കഴിയുന്ന ഒരു യാഗം അർപ്പിക്കണമെങ്കിൽ ഊനമില്ലാത്തവൻ വേണം. മനുഷ്യവർഗം മുഴുവനും ആരാണ്? പാപികളാണ്, ഊനമുള്ളവരാണ്. അതുകൊണ്ട് ഊനമില്ലാത്തവൻ വേണം. അതുകൊണ്ടാണ് നാം ഇവിടെ വായിക്കുന്നത്, ആ മരണത്തിന്, ആ വിശേഷമേറിയ നിയമത്തിന് ആരുത്തരവാദിയായി? നമ്മുടെ കർത്താവ് ഉത്തരവാദിയായി. അതുകൊണ്ടാണ് അവൻ 10-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, ഇതാ ഞാൻ വരുന്നു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്താ എഴുതിയിരിക്കുന്നത്? ഞാൻ ഇസ്രായേൽ ഗൃഹത്തിന്റെ പുതിയൊരു നിയമം ചെയ്യുവാൻ പോകുന്ന കാലം വരും, അത് അവരുടെ ഹൃദയങ്ങളിൽ എഴുതും, അവരുടെ പാപങ്ങളെ ഞാനിനി ഓർക്കയില്ല. ആ നാൾ വരണമെങ്കിൽ ഇതാ എന്ത് ചെയ്യണം? അടിയൻ വരണം, അടിയൻ മരിക്കണം. ആ മരണത്തിന് നമ്മുടെ കർത്താവ് ഉത്തരവാദിയായി, ഉത്തരവാദിത്വം നമ്മുടെ കർത്താവ് ഏറ്റെടുത്തു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്തിനു വേണ്ടിയാ അവൻ വന്നത്? ഒന്നാമത്തേതിന് നീക്കം ചെയ്യുവാൻ, പഴയതിന് നീക്കം ചെയ്യുവാൻ, ജഡീക ശുദ്ധി മാത്രം വരുത്തുന്നതിന് നീക്കം ചെയ്യുവാൻ നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിട്ട് തീർന്നു. ലൂക്കോസിന് സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം നമുക്കറിയാം. കർത്തൃമേശയോടുള്ള ബന്ധത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ആ 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിലും നമ്മളത് വായിക്കുന്ന വാക്യമാണ്. അവിടെ എന്താ വായിക്കുന്നത്? ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമം. താൻ മരിക്കുന്നതിന് മുൻപായിട്ട് ആ പുതിയ നിയമത്തിന്റെ, ആ വിശേഷതയേറിയതായ നിയമത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ദൈവപുത്രൻ താൻ പറയാണ്, ഇത് പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം, പുതിയ നിയമത്തിന് ഞാൻ ചൊരിയുവാനിരിക്കുന്ന രക്തമാണ് ഇത്. അപ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആ യേശു ക്രിസ്തു ചൊരിഞ്ഞതായ രക്തമാണ് പുതിയ നിയമത്തിന്റെ അടിസ്ഥാനം. അതിനെ മാറ്റിവെച്ചാൽ, യേശുവിന്റെ മരണത്തെ മാറ്റിവെച്ചാൽ ഈ പുതിയ നിയമം നിയമമേ അല്ല. ഇന്ന് അനേകായിരങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന വലിയ പരാജയം ഈ പുതിയ നിയമത്തെ അംഗീകരിക്കുവാൻ ഇന്ന് കോടിക്കണക്കിന് വരുന്ന ക്രൈസ്തവർ എന്ന് പറയുന്നവർക്ക് സാധിക്കുന്നില്ല. അവരിപ്പോഴും ഏതിലാ കൊണ്ടു നടക്കുന്നത്? പഴയ നിയമത്തിലാണ്. ബലഹീനമെന്ന് പറഞ്ഞ, നിഷ്പ്രയോജനമെന്ന് പറഞ്ഞ, നീങ്ങിപ്പോകുന്നതാണെന്ന് പറഞ്ഞ, ഒന്നാമത്തേതാണ് ശരിയാണ്, പക്ഷേ അതിനെല്ലാം ആ നിലയിൽ സംഭവിക്കുന്നതാണ്. പാപത്തെക്കുറിച്ചുള്ള ഓർമ്മ മാത്രമേ അതിന് വരുത്തുവാൻ കഴിയൂ, പാപമോചനം വരുത്തുവാൻ കഴിയുന്നതല്ല. എന്നാൽ ഇതാ ഒരു പുതിയ നിയമം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ വന്നതായിരിക്കുന്ന പുതിയ നിയമം എന്ന് നമ്മൾ വായിക്കുന്നു. നാം യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവൻ മരിച്ചോ ഇല്ലയോ എന്നറിയുവാൻ പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപുറത്ത് കുത്തിയപ്പോൾ അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? വിശേഷതയേറിയ നിയമത്തിന് ഉത്തരവാദിയായവൻ തന്റെ അവസാന തുള്ളി ചോരയും അവൻ നൽകി ഒരു പുതിയ നിയമം സ്ഥാപിക്കുക. നമ്മളിത് മറക്കരുത്. നമുക്കൊരു യഥാസ്ഥാനം സാധ്യമാണ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നമ്മുടെ കർത്താവ് തന്റെ അവസാന തുള്ളി ചോരയും നമുക്കായി നൽകി തന്നു.
അതാണ് ആ നിയമത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് 9-ാം അധ്യായം, എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശേഷതയേറിയതായിരിക്കുന്ന നിയമം താൻ അത് ഏറ്റെടുക്കുമ്പോൾ, താൻ ചൊരിഞ്ഞതായിരിക്കുന്ന വിലയേറിയ രക്തവുമായി താൻ എവിടേക്ക് പോയി എന്നാണ്? വിശുദ്ധ മന്ദിരത്തിൽ, പിതാവിന്റെ അടുക്കലേക്ക് താൻ കടന്നു ചെന്നു. നാം അവിടെ വായിക്കുന്നുണ്ട്, എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. പഴയ നിയമ പുരോഹിതന്മാർ അവര് അറുക്കുന്നതായിരിക്കുന്ന യാഗമൃഗത്തിന്റെ രക്തവുമായി വിശുദ്ധ മന്ദിരത്തിലേക്ക് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ അതിവിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് തളിക്കുമ്പോൾ എന്നുണ്ടാകുന്നു? താൽക്കാലികമായിരിക്കുന്ന ഒരു പരിഹാരം ഉണ്ടാകും എന്ന് വിശ്വസിച്ചിരുന്ന സ്ഥാനത്ത് ഇതാ യേശുക്രിസ്തു ഊനമില്ലാത്ത അറുക്കപ്പെട്ട കുഞ്ഞാട് തന്റെ രക്തവുമായി അവൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് എന്നേക്കുമുള്ളതായിരിക്കുന്ന വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. പുതിയ നിയമം അവൻ സ്ഥാപിച്ചു. നിത്യ നിയമം അവൻ അവിടെ സ്ഥാപിക്കുവാൻ തക്കവണ്ണം ഇടയായി. 9-ാം അധ്യായത്തിന്റെ തന്നെ അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്കത്രേ പ്രവേശിച്ചത്. പുരോഹിതന്മാർ മൃഗങ്ങളുടെ രക്തവുമായി കടന്നു പോകുമ്പോൾ നമ്മുടെ കർത്താവ് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചത് തന്റെ സ്വന്തം രക്തവുമായിട്ടാണ്. താൻ ചൊരിഞ്ഞ രക്തവുമായിട്ടാണ് അവൻ അവിടെ ആയിരിക്കുന്നത്. 10-ാം അധ്യായത്തിൽ അതിന്റെ 19-20 വാക്യങ്ങൾ, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. താൻ ചൊരിഞ്ഞ രക്തവുമായി സ്വർഗത്തിലേക്ക് പ്രവേശിച്ചതായിരിക്കുന്ന ദൈവപുത്രനെ കുറിച്ച് ഇവിടെ വായിക്കുന്നത് എന്താണ്? അത് നമുക്കൊരു ധൈര്യമാണെന്ന്. എന്തിന്? ഈ ദൈവത്തിങ്കിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യമാണ്. കാരണം എന്താ? എന്റെ അരുമനാഥൻ, നാം വായിച്ചതുപോലെ ഈ വലിയ ഇടയൻ, ആടുകളുടെ വലിയ ഇടയൻ, യോഹന്നാന്റെ സുവിശേഷം 10:11 നാം അങ്ങനെയാണല്ലോ വായിക്കുന്ന, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. തന്റെ ജീവനെ കൊടുത്ത ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവ് മഹാപുരോഹിതനായി പിതാവിന്റെ മുൻപിൽ ഇന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലാം. അതാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, ഒരു യഥാസ്ഥാനത്ത് നമുക്ക് സാധ്യമാണ്. കാരണം എന്താണ്? നിത്യ നിയമത്തിന്റെ രക്തത്താൽ അവൻ ആടുകളുടെ വലിയ ഇടയനാണ്. ഒരു പുതിയ നിയമം അവൻ സ്ഥാപിച്ചിരിക്കുകയാണ്. ആ നിയമം തന്റെ ദേഹമെന്ന തിരശ്ശീല അവിടെ രണ്ടായി ചിന്തിക്കൊണ്ടാണ് അവനത് നിറവേറ്റിയത്. തന്റെ രക്തം മറുവിലയായി തന്നുകൊണ്ടാണ് അവനത് നിറവേറ്റിയത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമുക്ക് ഇന്ന് ആശ്വസിക്കുവാൻ, നമുക്ക് ധൈര്യപ്പെടുവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു യഥാസ്ഥാനത്ത് നമുക്ക് സാധ്യമാണ്. അതിന് കാരണം എന്താണ്? നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയിടയനായ യേശു ക്രിസ്തു നമുക്കായി പിതാവിന്റെ സന്നദ്ധയിൽ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആരും നിരാശപ്പെടേണ്ടതില്ല, തളർന്ന് പോകേണ്ടതായിട്ടില്ല. ഈ വലിയ സാധ്യത നമുക്ക് പ്രയോജനപ്പെടുത്തണം. മരിച്ചവരുടെ ഇടയിൽ നിന്നും ദൈവം മടക്കി വരുത്തി. ഇന്നവൻ എവിടെയാണ്? ഇന്നവൻ പിതാവിന്റെ മഹിമയുടെ വലത്തുഭാഗത്താണ്. അതുകൊണ്ട് ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തെ ആഴമായി സ്പർശിക്കട്ടെ. നമുക്കൊരു യഥാസ്ഥാനത്വം സാധ്യമാണ്. നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ എവിടെയെല്ലാമാണോ സംഭവിച്ചത് അതിനെയെല്ലാം ഏറ്റുപറയാൻ, ഉപേക്ഷിക്കുവാൻ, കരുണയ്ക്ക് വേണ്ടി യാചിക്കുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.